ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അങ്ങോട്ട് കയറ്റിയിടുക. നല്ല രസം കാണാൻ. ഞാൻ ഇരിക്കുമ്പോൾ ദൂരെ ട്രെയിൻ പോണ കണ്ടോ? ഞാൻ നോക്കും ഇവരെന്തോരം ഉള്ളിലെ താമസിക്കുന്നേന്നല്ലേ. അയ്യോ, ഞങ്ങൾ യാത്രയാവുകയാണ് കേട്ടോ. അപ്പക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു. ഏഹേ, സംഗതി സെറ്റായല്ലോ. മൂടാൻ പോവാ. അതിന് മുമ്പ് വേണമെങ്കിൽ പുതപ്പൊക്കെയാ അല്ലേ? പുതപ്പും ഈ അടുക്കളയിലെ കൈ തുടക്കണം. ചെളിയുണ്ട്. പുതപ്പിലാ ചെളി. കാരണം എന്റെ പുതപ്പാ. ടർക്കിയിലും ഉണ്ട്. ഇനി അടച്ചോട്ടെ. അല്ലെങ്കിൽ തെറിക്കും വെള്ളം. 5 മിനിറ്റ് ആയിട്ടേക്കണത്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ചെയ്യും. ആഴ്ചയിൽ 2 ദിവസം ചെയ്യുന്നുള്ളൂ. അതിനുള്ളതേ ഉള്ളൂ. പിന്നെ കുഞ്ഞോളെന്നോട് ചോദിക്കാറുണ്ട് മുണ്ട്. ഞാൻ പറയും ഇപ്പൊ ഇതിലിടണോണ്ട് ഇനി അലക്കണ്ട കുഞ്ഞോളെന്ന് പറയും. അപ്പൊ സാറിന് മുണ്ടുണ്ടോ എന്ന് ചോദിച്ചു. എപ്പോഴും ചോദിക്കും. മെഷീനിൽ അലക്കണത് അല്ല, കൂടുതൽ ഇതുള്ളത് വേണമെങ്കിൽ ഞാൻ ചേറുള്ളത് കല്ലേൽ തല്ലിത്തരാന്ന് പറയും. അപ്പൊ ഞാൻ പറയും അങ്ങനെ അധികം ചെളിയാക്കണില്ലല്ലോ, വേണമെങ്കിൽ പറയാന്ന് പറയും. നടക്കാൻ പോണ മുണ്ട്, മഴക്കാലത്താ നടക്കാൻ പോണ മുണ്ടിൽ ചേറടിക്കണത്. ഓക്കെ. ഡ്രയർ ഇഷ്ടായോ അമ്മക്ക്? നല്ലതായിട്ട് ഉണങ്ങിയത്. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ബ്ലാങ്കറ്റ് ഇത്ര പെട്ടെന്ന് ഉണങ്ങുമെന്ന് ഓർത്തില്ല. നമ്മള് സാധാരണ ഡ്രയറിൽ അങ്ങനെ ഇടാറുള്ളത് 5 മിനിറ്റ് ഞാൻ ഇട്ടടി. ഇത്രയും കട്ടിയുള്ള സാധനമായിട്ടും നന്നായി വാർന്ന് കിട്ടി. തേച്ച് വരട്ടെ. സന്തോഷായോ? പിടിക്കണോ? വേണ്ട. ഇത് പിടിക്കുമൊന്നും വേണ്ട, ഒട്ടും കട്ടിയില്ല. അപ്പം നനഞ്ഞിരിക്കുമ്പോ ഭയങ്കര കട്ടിയല്ലേ. മുട്ടപ്പഴം ഞാൻ എന്നും ഞെക്കി നോക്കും, പക്ഷെ പഴുത്തിട്ടില്ല. ഇത് ഓടുമോളിലിടാം. ടർക്കി അത് അവിടെ തന്നെ ഇട്ടു കേട്ടോ. താഴെ നിലത്ത് തന്നെ ഇട്ടു. കാരണം ഒരെണ്ണിടാൻ വേണ്ടി മാത്രമേ ഇനി ഇപ്പൊ പൊക്കത്തേക്ക് കയറി ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെയുള്ളത് ഇടാൻ വേണ്ടി ഒരു ഓലയുടെ തുഞ്ചി വെട്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു നല്ല തുഞ്ചി താഴ്ത്തുനിന്ന് എടുത്തോണ്ട് വന്ന് വെട്ടാം. ഞാനൊരു മോശം തുഞ്ച. അപ്പൊ അവിടെ കിടന്ന് ഉണങ്ങിക്കോളും, വെയിലല്ലേ. അങ്ങനെ നമ്മുടെ കാറ് കഴുകൽ മഹാമഹം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാഷ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ കംപ്ലീറ്റ് അങ്ങ് ശരിക്കും അങ്ങ് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി കുളിപ്പിച്ച് അങ്ങ് എടുക്കും. പിന്നെ നല്ല പളപളാന്ന് തിളങ്ങും. നല്ല രസം അത് കാണാനായിട്ട്. അപ്പം ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇതേ നമ്മുടെ മുളന്തിരുത്തി ബ്രിഡ്ജ്. എപ്പോഴും നമ്മൾ ഈ വഴി പോകുമ്പോൾ കാണിക്കാറുള്ളതാ. അതെ, ആകാശം ക്ലിയർ ആണ്, മഴക്കാറില്ല. ഇറങ്ങിയപ്പോ മഴക്കാറ് പോലെ തോന്നിയായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. നമ്മള് ഡെസ്റ്റിനേഷൻ റീച്ച് ആയിട്ടോ. എത്തി. മൈക്ക് ഓണല്ലേ? വണ്ടികൾ വന്നോണ്ടിരിക്കണം. വണ്ടികൾ വന്നോട്ടെ. മൈക്ക് ഓണാ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അങ്ങോട്ട് കയറ്റിയിടുക. നമ്മളിപ്പോ എന്തിനാ വന്നേക്കണേന്ന് അറിയോ? പറഞ്ഞു. സൂര്യകാന്തി പൂക്കളുടെ വശ്യ സൗന്ദര്യം കാണാനും ഒപ്പിയെടുക്കാനും. അതെ. അവിടെ ഒരു സ്ഥലത്ത് കുറെ പേര് കയറ്റിയിട്ടുണ്ട്. അത് പരിചയമുള്ളവരായിരിക്കും. നമുക്ക് പരിചയമില്ലല്ലോ. നമ്മള് അങ്ങോട്ടാണ് പോകുന്നേട്ടോ. വീട് വന്നു. അമ്മ ഈ സ്ഥലം കാണുന്നതിന് ഓരോ വീടാണ്. ഇത്രയും ഉൾഭാഗത്ത് വീട് വന്നു ഞാൻ പറഞ്ഞു. ഒരു കുഞ്ഞി കിണറ് കണ്ടോന്നേ. നല്ല രസല്ലേ? നല്ല രസ കാണാൻ. പക്ഷെ നല്ല രസ കുഞ്ഞു കിണറ് കാണാൻ. നമ്മുടെയൊക്കെ എത്രയാ? നല്ല മനോഹരമായ വന്യമായ പ്രദേശം. എനിക്ക് വളരെ ഇഷ്ടമായി ഈ ഒരു പ്രദേശം കേട്ടോ. ഐ റിയലി ലവ്ഡ് ഇറ്റ്. എനിക്ക് ഇതുപോലെ നമ്മുടെ സ്ഥലം ആക്കണമെന്ന് ആഗ്രഹം. ഞാൻ ഇരിക്കുമ്പോൾ ഇത്രയാക്കൂല. ഇത്രയില്ല അല്ലേ? ഇത്രയില്ല. സുനിലിന്റെ ബന്ധിയുടെ അത്ര അല്ലേ? നല്ല രസമല്ലേ? നല്ല ഒരു ഭൂപ്രകൃതി, നല്ല ഒരു അന്തരീക്ഷം നല്ല. ഒട്ടും വെയിലില്ല ഈ സമയമായതുകൊണ്ടാണ്. അയ്യോ, മഴക്കാലത്ത് പൂക്കൾ അങ്ങനെ ഉണ്ടാവൂലല്ലോ. പൂക്കളുണ്ടാവൂല. ഇത് വേനൽക്കാലത്ത് നല്ല കട്ട നിറങ്ങളിലുള്ള ബന്ദി ഇതുപോലെ സൈഡിലൊക്കെ പൂത്ത് നിൽപ്പണ്ടേ. ഇത് എന്ത് ചെടിയാണെന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താന്ന് അറിയില്ല.
ഇത്ര ശാന്തസുന്ദരമായൊരു ഭൂപ്രകൃതി കണ്ടു കഴിഞ്ഞപ്പോഴേ എവിടേക്ക് എന്തൊക്കെ വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും. ഒരുപാട് കാഴ്ചകൾ ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് ആകെപ്പാടെ കൺഫ്യൂസിങ് ആവില്ല എന്തൊക്കെയാണ് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന്. ഞാൻ അതുപോലൊരു അവസ്ഥയായിരുന്നു. അവിടെ അപ്പുറത്തുമൊക്കെ കുറേ പച്ചക്കറി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ട്, സെയിലും ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് കിടക്കണേന്ന്. രാവിലെ ആണെങ്കിൽ നീ പറഞ്ഞ പോലെ ഫ്രഷ് ഇതായിരിക്കും. ട്രെയിൻ പോണ് എടുത്തോ, അങ്ങ് ദൂരെ ട്രെയിൻ പോണ കണ്ട. മുളന്തുരുത്തി ആട്ടോ. മുളന്തുരുത്തിയിലെ റെയിൽപാളത്തിലൂടെ ട്രെയിൻ പോണതാണ് നമ്മൾ കണ്ടനാട് സൂര്യകാന്തി പാടത്ത് നിന്ന് കാണുന്നത് കേട്ടോ. ഞാനും അമ്മയാണ് പൂക്കൾക്കിടയിലേക്ക് നടക്കാനായിട്ട് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ അധികം ഒന്നും അങ്ങനെ നടന്നില്ല, കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ പിക്സ് എടുക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ അപ്പം ആ പാടത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ അവിടെ കരയിൽ തന്നെ നിൽക്കുമായിരുന്നു. എങ്കിലും ഞങ്ങൾ അത്യാവശ്യമൊക്കെ റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിത്രങ്ങളും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. അത് നിങ്ങൾ കണ്ടല്ലോ ഓൾറെഡി. ഇപ്പോൾ നമ്മൾ പാടം കണ്ട് കൊതി തീർന്നില്ല കേട്ടോ. എനിക്ക് ഒട്ടും തീർന്നില്ല. ഏത് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലാണ് ഏറ്റവും ഭംഗിയായിട്ട് പൂക്കളുടെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റാമെന്ന് നോക്കി നടക്കുമായിരുന്നേ. കാരണം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പൂക്കളെല്ലാം വേറൊരു വശത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുമായിരുന്നു. അതിരാവിലെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് മനോഹരമായ ചിത്രങ്ങൾ എടുക്കാമെന്ന് അവിടെ അടുത്തുള്ള ചേട്ടൻ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഉച്ച കഴിഞ്ഞാൽ ചെന്നത്. നമ്മളിത് മെയ് 1-ാം തീയതിയാണ് കേട്ടോ പോയത്. ഇപ്പോൾ അവിടെ ഇത്രയും പൂക്കളുണ്ടോ എന്നുള്ളത് അറിയാൻ പാടില്ല. അന്ന് നല്ല ബൾക്കിയായിട്ട് ഇതുപോലെ പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല പല ലൊക്കേഷനിൽ നിന്ന് എടുത്ത് നോക്കി. ഇത് ഈ വശത്തേക്കാണ് ഇപ്പോൾ പൂക്കൾ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പുറത്തെ വശത്തു നിന്നാണ് ആദ്യം എടുത്തത്. അന്നേരം പൂക്കൾ ദേ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അത് രാവിലെ ആണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് സത്യത്തിൽ ഭയങ്കര കൊതിയായിട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ നടന്നാണ് എടുക്കണത്. കാരണം അതിൻ്റെ പൂക്കളിലോ തണ്ടിലോ ഒന്നും തട്ടി കേടുപാടുകളൊന്നും സംഭവിക്കാതെ വളരെ പതുക്കെ നിന്നാണ് എടുക്കുന്നത്. ഇത് വീഡിയോ ഇത്തിരി ഫാസ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡിൽ തോന്നണേ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? ട്രെയിൻ പോണതാ ഞാൻ നോക്കി. അപ്പയാണ് ഇന്ന് ഫോട്ടോഗ്രാഫി ചെയ്യണേ. എടുത്തോ? കിട്ടിയോ? ഐഫോണല്ലേ ഇത്? വൈഡാ, മാക്സിമം വൈഡാ. അത് ഇതാണോ? ഇതായിരിക്കും ചിലപ്പോ വാഴ നിൽക്കണം. അതല്ലേ? അതെ അല്ലേ? പിന്നെ ഈ പച്ചപ്പണിഞ്ഞ ഭൂപ്രകൃതിയുടെ നടുക്ക് ദേ ഇതുപോലൊരു കൊച്ചു അമ്പലം നിൽക്കുന്നത് കണ്ടോ? എന്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രദേശമാണെന്നറിയോ? നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് എനിക്ക് അവിടെ കിട്ടിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്രദേശം. കുറച്ചു പേരൊക്കെ വന്ന് റീലൊക്കെ എടുക്കുന്നത് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അവിടെയാണോ വീട്? ശ്രീനിവാസന്റെ അമ്പലത്തിന്റെ ക്ലീനിങ്ങിന് വന്നതായിരിക്കും. നല്ല പാടാ അല്ലേ? പക്ഷെ അത് കാണാൻ അതെ അതെ അതെ, നല്ല ഭംഗിയുണ്ട്. ഭംഗിയാണ് അത് കാണാൻ. ഏതാ ആ വീടാണോ ആ ഓട് പോലെ കാണുന്നത്? ഇത് അല്ലേ? ആ ആ ആ ആ ആ ആ ശരിയാട്ടോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ പരിസരത്തെ വീടൊക്കെ ഞാൻ നോക്കും. ഇവരെന്തോരം ഉള്ളിലാ താമസിക്കുന്നല്ലേ. അയ്യോ, പിന്നെ ചൂടുണ്ടാവൂല, കാറ്റ്, പാടത്തുനിന്നുള്ള കാറ്റ്. പക്ഷേ അയ്യോ, അടുത്ത പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നല്ലൊരു ഇടമാണ് ഇത്. ശരിക്കും ഇങ്ങനെയില്ലേ, ഇങ്ങനെയുള്ള വീടുകളില്ലേ, എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കൊക്കെ വന്ന് ആഴ്ചയിൽ മന്ത്ലി ഒക്കെ വൺസിന്റെ മന്തൊക്കെ വന്ന് താമസിക്കാൻ നല്ലതാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാട്. ചിലർക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ. വേറൊരു കാര്യം ഇതിൽ നോക്കി പശു കയറിപ്പോയി. അയ്യോ, അത് കയറിപ്പോയി. വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള സ്പേസിൽ ഇത്രയും ഉൾഭാഗം ആയതുകൊണ്ട് സ്ഥലം വളരെ നിസ്സാര റേറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. റോഡുമായിട്ട് ആക്സസിബിലിറ്റി ഒരുപാട് ഉള്ളിലേക്ക് കയറിയല്ലേ. പക്ഷെ ഇതിങ്ങനെ വിസിറ്റ് ചെയ്യാൻ നല്ല സ്ഥലം. ഒരുപാട് പേര് റീൽസ് വന്ന് എടുക്കണുണ്ട് കേട്ടോ. ഒത്തിരി പേര് റീൽസ് എടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടനാടാട്ടോ ഞങ്ങൾ പറഞ്ഞു. അത് നമ്മള് ഇതിൽ കാണിക്കണ്ടല്ലോ, ശ്രീനിവാസന്റെ പടമൊക്കെ വെച്ച് ഇറങ്ങിപ്പോയിടത്ത് നമ്മൾ മരത്തിൽ വെച്ചേക്കണ കണ്ടല്ലോ. ഇപ്പൊ ശ്രീനിവാസന്റെ വീട് ഇതേ ബാക്ക് സൈഡ് എവിടെയോ അപ്പൊ പറഞ്ഞ അല്ലെ, അതാന്നാ പറഞ്ഞു. വൈറ്റ് പെയിന്റ് അപ്പൊക്കെ അറിയാതെ എന്നാ പറഞ്ഞത്. ബാക്ക് സൈഡാ വീടിന്റെ.
എത്ര തവണ ചിത്രങ്ങൾ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. നമ്മൾക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും എടുക്കുമായിരുന്നു കേട്ടോ. ഇത് വേറൊരു സൈഡിൽ നിന്ന് ഞാൻ പൂക്കളുടെ ചിത്രങ്ങൾ എടുത്തതാണ്. ഇത് കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കുറച്ച് മുകളിൽ കയറി നിന്നിട്ടാണ് എടുക്കുന്നത്. കണ്ടോ, ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഒന്നുകൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോരേയില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെയുള്ള പ്രദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞാലല്ലോ ഭയങ്കര സ്വർഗം കിട്ടിയ പോലെ. എനിക്ക് പച്ചപ്പിനോട് അത്രയും ക്രേസാണ്. എനിക്ക് ചുറ്റും പച്ചപ്പുള്ള ഒരു ഭൂപ്രകൃതിയിൽ ഞാൻ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്ത് എത്തിയ പോലെയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ്. അപ്പം അധികം നേരം ഒന്നും നിൽക്കില്ല കേട്ടോ. ഇത് ഞാൻ പിടിച്ച് നിർത്തിയേക്കടാ, 2 സെക്കൻഡൊക്കെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ പോകും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോയും എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അതാ ഇതിന്റെ ചടങ്ങായിരുന്നു ഇന്നലെ. ആണോ? അതാണ് ഈ ഷാമിയാനൊക്കെ. നമ്മുടെ ആക്ടർ ശ്രീനിവാസൻ സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു സ്മാരകമൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു അത്രേ ഞങ്ങൾ ആ ചെന്ന സമയത്ത്. അദ്ദേഹമായിരുന്നു പണ്ട് ഈ പാടത്ത് കൃഷിയൊക്കെ ചെയ്തിരുന്നത്. നല്ല രസമുണ്ട്. ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ, നല്ല രസമുണ്ട്. നല്ലൊരു ഐഡിയ ആണത്. സ്നാക്സ് ഒക്കെ കഴിക്കാം അവിടെ ഇരുന്നു. രാവിലെ വന്നാൽ നല്ല ഫ്രഷാന്ന് പറഞ്ഞു ചെടികൾ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ലുക്കിംഗ് കിട്ടും രാവിലെ വന്നു കഴിഞ്ഞാല്. ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ, കണ്ടനാട് സൺഫ്ലവർ ഫീൽഡ് എന്ന് നിങ്ങൾ ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ ഇട്ടാൽ മതി. ഈസി ആയിട്ട് ഇവിടെ എത്താൻ പറ്റും. അങ്ങ് എത്തി കണ്ട. ഞങ്ങൾ യാത്രയാവുകയാണ് കേട്ടോ. എന്തോരം അമ്മ എൻജോയ് ചെയ്തോ? എനിക്ക് അത്ര ഇൻട്രസ്റ്റ് എന്നൊന്നും പറയാനില്ല, തെറ്റില്ല. പ്രമിസസും ഒക്കെ കുഴപ്പമില്ല, അല്ലാണ്ട് അത്ര നമ്പർ 1 ഒന്നും പറയാനില്ല. പിന്നെ ഈ പൂക്കളൊക്കെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വാടി. പൂക്കളല്ലേ, ഇലകള് പൂക്കളൊന്നും താന്നു. ശരിയാ. രാവിലെയാണ് ഏറ്റവും നല്ല സൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ. അപ്പയ്ക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? കുഴപ്പമില്ല, നല്ല ഗ്രീനറി അല്ലേ, പച്ചപ്പ്. ഈ വേനക്കും ഇതുപോലെ പുല്ല് പിടിച്ചില്ലേ. അങ്ങനെ ഒത്തിരി സുന്ദരമായ, മനസ്സിനും കണ്ണിനും ഒരുപാട് സന്തോഷം നൽകിയ ഒരു പിടി നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. വളരെ വളരെ സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ അത്.